ഹലോ ചങ്ക് നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു ഡ്രൈവറാണ്, ഒരു ചക്ര വണ്ടി ഡ്രൈവറാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനും വേണ്ടിയുള്ള പാടുപെടലിലാണ് ഈ വണ്ടി, ഒറ്റച്ചക്ര വണ്ടി അങ്ങനെ തള്ളിക്കൊണ്ടുവരും. രാവിലെ തൊട്ട് വൈകുന്നേരം തള്ളി ഈ വീടിൻ്റെ ചുറ്റുഭാഗം ക്ലിയറാക്കി. അപ്പോൾ പ്രിയമുള്ളവരെ, വളരെ അധികം കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു പാവം പ്രവാസിയാണ്. നമ്മളെ കാണുമ്പോൾ തള്ളി നീക്കുന്നു, നമ്മളെ തള്ളി നീക്കുകയും സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. വളരെ സങ്കടത്തോടെ പറയാണ്, ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാനുള്ള ഈ അറ്റാക്ക് രണ്ടെണ്ണം കഴിഞ്ഞിട്ടും ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ഓണർക്കും വേണ്ടതായി. ഓണറോട് മക്കൾ പറയുന്നു, യാ ബോയ്യോ ബൈദു മാഫി ഷുഗുൽ മിയ കിതക്കലാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പോൾ അവരും പറയുന്നു, ഇവനിക്ക് വയസ്സായി, ഇവനെ ഇനി വീട്ടിലേക്ക് കയറ്റി വിട്ടള എന്ന് മക്കൾ ബാപ്പാനോട് പറയുന്നു. ബാപ്പ പറയുന്നു അനഹബിക്ക് വയ്യ എന്നവർ പറയുന്നു. അങ്ങനെയുള്ള ഓരോ പ്രയാസത്തിലാണ്. എന്ത് ചെയ്യാനാ? പണമില്ലാതെ ജീവിക്കാൻ പണമുണ്ടെങ്കിൽ എല്ലാവർക്കും ആവശ്യമാണ്, പണമില്ലാത്തവരുണ്ടാകും. അപ്പോൾ അങ്ങനെ ഓരോ തള്ളി നീക്കുന്ന ഈ പ്രവാസിയുടെ കഷ്ടങ്ങളും ദുരിതങ്ങളും, വെള്ളം പോലും ഇല്ലാത്ത ഈ മരുഭൂമിയിൽ വെള്ളം കൊണ്ടുവന്ന വെള്ളം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ബാങ്കല്ല, 3 ബാങ്കിൻ്റെ സമയത്താണ് നമ്മളെ ജോലി. 5 മണിയാവുമ്പോഴത്തേക്കും ഹാല എല്ലാ സുറ എന്ന് പറയും. അപ്പം നമ്മൾ സുറ ആകണം. ഈ പൊടിയെല്ലാം മൂക്കിലേറ്റ് കയറുന്നതാണ്. അപ്പോൾ ഇത്രയും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരും കാണുന്നവരും പറയുന്നു, എന്തിനാണ് അവിടെ കഷ്ടപ്പെടുന്നത്? ഇങ്ങോട്ട് പോന്നൂടെ, നാട്ടിലേക്ക് പോയിക്കൂടെ എന്നെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്നു. കുറ്റപ്പെടുത്തുന്നവരും പരിഹസിക്കുന്നവരും പരിഭവം പറയുന്നവരും എല്ലാം ഒന്ന് ചിന്തിക്കുക. ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാനുള്ള പാടുപെടലാണ് പാവങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന ഓരോ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ കൊണ്ടാണ് ഇത്രയും പ്രയാസമുള്ള ജോലികൾ തള്ളി നീക്കുന്നത്. നമുക്ക് ഭാരമുള്ള ജോലി എടുക്കാൻ പാടില്ല എന്ന് 2 അറ്റാക്കുണ്ടായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്നിട്ടും ഈ ജോലി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ പോലും ഓരോരുത്തരും നമ്മളെ കുറ്റപ്പെടുത്തുന്നു, തള്ളിപ്പറയുന്നു, പല പ്രയാസങ്ങൾ പെടുത്തുന്നുണ്ട്. എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോക്കൊന്നും ലൈക്ക് അടിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വലിയൊരു പരിഭവം നമ്മളെ മനസ്സിലുണ്ട്. അപ്പോൾ എല്ലാ ചങ്കളോടും സ്നേഹം മാത്രമാണുള്ളത്. എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരം വെളുത്തിരുന്ന് വൈകുന്നേരം വരെ തള്ളിയാൽ ഈ മിറ്റങ്ങളൊക്കെ ക്ലിയർ ആവട്ടെ. ഒരുപാട് വലിയ മിറ്റങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ വീടിൻ്റെ പണിയാണ്. ഒരു 4-5 വീട് അടുത്തടുത്തുണ്ട്. അപ്പോൾ 2 വീടുകളിൽ ഇപ്പോൾ പണി കഴിഞ്ഞു. അതിൻ്റെ ഒന്നിൻ്റെ മണ്ണുകളാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ള ചങ്കളെ, ശമ്പളം തരുന്നതിനുള്ള പണി മാത്രം നമ്മൾ എടുക്കുന്നു. ഇതിൻ്റെ മേലെ നമുക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇതാണ് സംഭവം. പ്രിയമുള്ള ചങ്കളോട് പറയുന്നത്, വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓരോ കഷ്ടങ്ങളും പ്രയാസങ്ങളുമാണ്. പാവം പ്രവാസികളോട് നിങ്ങൾ കരുണ കാട്ടണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഈ മരുഭൂമിയിലെ ഓരോ കാഴ്ചകളും കണ്ട് നമ്മൾ തള്ളി നീക്കുന്നു. 22 വർഷത്തോളം നമ്മൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഡ്രൈവറാണ്, ഒരു ചക്ര വണ്ടി ഡ്രൈവറാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടികൾ എന്ന് പറയാം. അപ്പോൾ പ്രിയമുള്ള ചങ്കളോട് പറയണം, എന്തറിയോ, നമ്മളെ ജോലി ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. ഈ വീഡിയോ ഏറെക്കുറെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കട്ടാക്കുന്നതാണ്. അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ ജോലിയായിരുന്നു, ആളുണ്ടായതുകൊണ്ട് നമുക്ക്, അപ്പോൾ ഓണറുണ്ടായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോയുമായി വരും വരെ എല്ലാവരോടും ബായ്. അതാണ്.